ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1857 മെയ് 10. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം കച്ചവടത്തിനു വേണ്ടി. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. നേപ്പാളിലേക്ക് പലായനം ചെയ്ത 1857 വിപ്ലവത്തിൻ്റെ നേതാവ് ആരാണ്? ഉത്തരം നാനാ സാഹിബ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1917. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഝാൻസി റാണി. ബർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചത് എന്നാണ്? ഉത്തരം 1858 ജൂൺ 20. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്ത്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം ഏതാണ്? ഉത്തരം 1857 കലാപം. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് എന്തായിരുന്നു? ഉത്തരം ശിപ്പായി ലഹള. ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം മണികർണിക. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണ്? ഉത്തരം 1901 കൊൽക്കത്ത സമ്മേളനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PC റോയ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. മുഹമ്മദ് ഇക്ബാൽ രചിച്ച സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എവിടെ വച്ചാണ്? ഉത്തരം മുംബൈ. ഗാന്ധിജി അധ്യക്ഷനായ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ഉത്തരം 1919 ഏപ്രിൽ 13. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1600. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം A.O. ഹ്യൂം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം? ഉത്തരം 1757. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഭാരതീയൻ? ഉത്തരം VD സവർക്കർ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 23. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം MG റാനഡെ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മെക്കാളോ പ്രഭു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാക്കൾ ആരൊക്കെയാണ്? ചോദ്യം 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.